ഹലോ, എല്ലാവർക്കും നമസ്കാരം. നാളെ തിരുവാതിരയല്ലേ. തിരുവാതിരപ്പുഴക്ക് ഉണ്ടാക്കാൻ ഞാനിവിടെ 8 ഐറ്റം എടുത്ത് വെച്ചു. ചേന, കാച്ചിൽ, ചേമ്പ്, ഏത്തയ്ക്ക, ചെറുകിഴങ്ങ്, കൂർക്ക, മധുരക്കിഴങ്ങ്. 8ാമതൊരു ഐറ്റത്തിന് വൻപയറും കൂടെ വേവിച്ചെടുക്കണം. ഇതെല്ലാം തൊലി കളഞ്ഞ് കഷ്ണിച്ച് ആവശ്യത്തിന് മാത്രം എടുക്കാം. ഞാനിവിടെ മുറത്തിലിങ്ങനെ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. ആവശ്യത്തിന് കഷ്ണിച്ച് എടുക്കാം. ഈ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം 100 ഗ്രാം വെച്ച് എടുത്താൽ മതിയാകും. തിരുവാതിരപ്പുഴുക്കിനുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം തൊലി കളഞ്ഞ് കഷ്ണിച്ചെടുത്തു. ഏത്തയ്ക്ക ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തു. ഇതെല്ലാം കഴുകി വാരി കുക്കറെ വെച്ച് വേവിക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും ഒക്കെ അങ്ങ് ചേർത്ത് കുക്കറെ വെച്ച് വേവിച്ചെടുക്കാം. എട്ടങ്ങാടി പുഴുക്കിനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ കുക്കറിൽ വെന്തു. ഇതിലേക്ക് വൻപയർ, ഒരു 1/4 ഗ്ലാസ് വൻപയർ ഞാൻ കുക്കറെ വേവിച്ച് വെച്ചിരുന്നു. ഇത് ഒഴിക്കാം. ഇത് അടച്ച് വെച്ചൊന്ന് ആവി കയറട്ടെ. ഇത് ആവി കയറുന്ന സമയത്ത് തേങ്ങ ഒതുക്കിയെടുക്കാം. ഇതിന് വേണ്ട തേങ്ങ ഒക്കെ ചിരണ്ടി ഒതുക്കി കൊണ്ടുവരാം. തിരുവാതിരപ്പുഴുക്കിന് തേങ്ങ ഒതുക്കിയെടുക്കണം. അതിനായി ഒരു വലിയ മുറി തേങ്ങ ചിരണ്ടിയെടുത്തു. ആവശ്യത്തിന് കാന്താരിമുളക് എടുക്കാം. 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 തണ്ട് കറിവേപ്പില. ഇതെല്ലാം കൂടെ ഒന്ന് ഒതുക്കിയെടുക്കാം. പയർ ചേർത്ത് തിള വന്നുകൊണ്ടിരിക്കുന്നു. അടിയിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. ഇനി അരപ്പ് ചേർക്കാം. തേങ്ങ, കാന്താരിമുളക്, ജീരകം എല്ലാം കൂടെ ഒതുക്കിയതാണ്. ഇതങ്ങ് ചേർക്കാം. അരപ്പ് ചേർത്തു. ഇനി ചെറുതായിട്ടൊന്ന് ഇളക്കി ആവി വരണം. അടി കുറച്ച് വെള്ളമൊക്കെ കിടപ്പുണ്ട്. ഇത് ഒന്ന് മുറുകിക്കോളും. അപ്പം പയ്യെ ഒന്ന് ആവി വരട്ടെ. ഒന്ന് മൂടി വെക്കാം. എട്ടങ്ങാടി പുഴുക്ക് ഇവിടെ റെഡിയായി. അരപ്പൊക്കെ ചേർത്തെല്ലാം ഇളക്കിയെടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ കട്ടിയിലിരിക്കുന്നത് ഞാൻ പാത്രത്തിലെടുത്ത് ഇങ്ങനെ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് ഇളക്കാം. ഇളക്കി ഒന്ന് മൂടി വെക്കാം. കുറച്ച് നേരം കഴിഞ്ഞ് സെർവ് ചെയ്യാം. ഇത് തണുക്കുമ്പോൾ നല്ല കട്ടിയാകും. കുറച്ച് നേരം ഒന്ന് മൂടിയിരിക്കട്ടെ. തിരുവാതിരപ്പുഴുക്ക് ഞാനിവിടെ സെർവ് ചെയ്തു. ഇന്നത്തെ സ്പെഷ്യൽ തിരുവാതിരപ്പുഴുക്ക്. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.